എപ്പോഴും മാനുഷികമായ ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ നോക്കി അതിന്റെ അസാധ്യതകൾ കാണുമ്പോൾ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് നാം എടുത്തിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന പ്രിയമുള്ളവരെ, നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിന് ഒരു പട്ടണത്തെക്കുറിച്ച്, ഒരു ദേശത്തെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ കർത്താവ് അത് നിറവേറുക തന്നെ ചെയ്യും. അത് ഏത് വിധേയനെയും കർത്താവ് എന്ത് ചെയ്യും? നിറവേറ്റും. അപ്പോൾ ഇവിടെ പൗലോസ് വചനം പറയുമ്പോൾ യഹൂദന്മാർ അതിനെ എതിർത്തു എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ ജാതികളോട് സുവിശേഷം അറിയിക്കാൻ പോവുകയാണ്. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? പൗലോസിനോട് പറഞ്ഞു, ഞാൻ കൊരിന്ത് സഭയെ കണ്ടിരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ജനത്തെ രക്ഷയിലേക്ക് കൊണ്ടുവരണമെന്ന് സ്വർഗത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട് ദർശനത്തിൽ പൗലോസിനോട് പറയുക, നീ ഭയപ്പെടരുത്, പ്രസംഗിക്കുക തന്നെ ചെയ്യുക, അവിടെ എനിക്കൊരു കൂട്ടം ജനമുണ്ട്. പ്രിയമുള്ളവരെ, ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഏത് കർത്താവാ നമ്മളെ ഒരു കാര്യത്തിന് വിളിച്ചിറക്കിയത് എന്നുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധി നമുക്ക് അവിടെ വന്നാലും കർത്താവ് നമ്മളെ വിടുവിക്കും. ആദിയും അവസാനവും അറിയുന്ന ഒരു ദൈവമാണ്. ഇവിടെ എല്ലാ കൃപാവരങ്ങളുമുള്ള ഒരു ദൈവസഭ ഉയർന്നു വരുമെന്ന് ആർക്കറിയാമായിരുന്നു? കർത്താവിന് നന്നായിട്ട് അറിയാമായിരുന്നു. 1 രാജാക്കന്മാർ 19-ാം അധ്യായം അതിന്റെ 18 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരെ ആകെ 7000 പേരെ ഞാൻ ഇസ്രായേൽ ശേഷിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നു കളഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്ന് ഏലിയാവ് പറയുമ്പോഴാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? ആ മറുപടി കൊടുക്കുന്നത്. നാം എപ്പോഴും മാനുഷികമായ ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ നോക്കി അതിന്റെ അസാധ്യതകൾ കാണുമ്പോൾ കർത്താവ് നമ്മോട് പറയുകയാണ്, ഞാൻ ഉണ്ട് നിങ്ങളോട് കൂടെ, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ ദുർഘടങ്ങൾ, സമഭൂമിയാകും, താമര, കഥകൾ, ഇരുമ്പോട സകലവും ഖണ്ഡിക്കപ്പെടുക ചെയ്യുക മാത്രമല്ല, കർത്താവിന് തൻ്റെ തിരുഹൃദയത്തിൽ എന്താഗ്രഹമുണ്ടോ കർത്താവ് അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഏലിയാവ് അവരെനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത്, ഇല്ല, നിനക്കിനിയും ശുശ്രൂഷ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, എന്താണ്? അവർ ദുഷിക്കുകയും എതിർ പറയുകയും ചെയ്തതെങ്കിലും കർത്താവിന്റെ വാക്കനുസരിച്ചതുകൊണ്ട് 1.5 വർഷം അവിടെ ദൈവവചനം സംസാരിക്കുവാൻ കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ വാക്ക് നാം അനുസരിച്ചാൽ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കി തരും. ഈ ഭൂമിയിൽ കർത്താവിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ കയ്യിലെ ഇണങ്ങിയ ആയുധങ്ങളാക്കി കർത്താവ് നമ്മളെ മാറ്റും. അതുകൊണ്ട് നമ്മൾ കർത്താവിന്റെ ദർശനത്തിനായി, അവന്റെ ശബ്ദത്തിനായി നമുക്ക് കാതോർക്കാം. അതിനെ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ, അങ്ങയുടെ കയ്യിലെ ഇണങ്ങിയ ആയുധങ്ങളാക്കി ഞങ്ങളെ തീർക്കണമേ, അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ, അതിനായി അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമേ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.